ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നൊരു കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മളെ ആവശ്യത്തിനുള്ള സോപ്പൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 കറ്റാർവാഴ മുറിച്ചെടുക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള കറ്റാർവാഴ തന്നെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ജെല്ലൊക്കെ കിട്ടും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ കറ്റാർവാഴയുടെ സൈഡിലത്തെ മുള്ളു പോലത്തതൊക്കെ ഇങ്ങോട്ട് കത്തി കൊണ്ട് ചീകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ തൊലി ഇങ്ങോട്ട് കളഞ്ഞിട്ട് ടീസ്പൂൺ എടുത്തിട്ട് വടിച്ചു കഴിഞ്ഞാൽ എല്ലാ ജെല്ലും നമുക്ക് ഇങ്ങോട്ട് കിട്ടും. കണ്ടില്ലേ, അപ്പോൾ നല്ല രീതിയിൽ ജെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നമുക്ക് ആവശ്യം സോപ്പ് ബേസാണ്. ഒരു 400 ഗ്രാം സോപ്പ് ബേസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സോപ്പ് ബേസ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ടത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് മുറിച്ചെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായിട്ട് കിട്ടും. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതേ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് ഈ സോപ്പ് ബേസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കറ്റാർവാഴയുടെ ആ പൾപ്പുണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സോപ്പ് ബേസായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിലേക്ക് ഞാനൊരു കുറച്ച് ഫുഡ് കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കളർ കുറച്ച് കൂടി പോയിട്ടുണ്ട്. ഇത്ര കളർ അതിൻ്റെ ആവശ്യമില്ല. കളർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് ഞാൻ സോപ്പ് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സിലിക്കോൺ മോൾഡാണ് ഇത്, ഓൺലൈനിൽ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഇത്തിരി ഓയിൽ തടവിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സോപ്പിൻ്റെ അത് ബേസ് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഓയിൽ തടവിയിട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ടായിട്ട് പോകും. അപ്പോൾ അതിലൊഴിച്ചതിൻ്റെ ബാക്കി ഞാൻ 2 ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയ ബൗളിലൊക്കെ നമുക്ക് ഒഴിച്ച് വയ്ക്കാനായിട്ട് പറ്റും. ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഇരുന്ന് അടർത്തിയെടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഉപയോഗമാവുന്നൊരു വീഡിയോ തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.